സംസ്ഥാനത്ത് നിന്ന് 5942 പേർക്ക് കോവിഡ്. 5420 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 394 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 16 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. അതോടെ ആകെ മരണം 3848 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.18 ആണ്. ഇന്ന് 6178 പേർക്ക് രോഗം ഭേദമായി. UK-യിൽ നിന്ന് വന്ന ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ 10 പേരിലാണ് ജനിതക വകഭേദമെന്ന വൈറസിനെ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘവുമായി ആരോഗ്യമന്ത്രി കെ ശൈലജ കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കുമെന്നും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബസ്സുകളിലെ തിരക്ക് ഒഴിവാക്കണം, സീറ്റുകളിൽ സാമൂഹ്യ അകലം പാലിക്കണം, ഇളവുകൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 2020 മാതൃകയിൽ പുതിയ സിനിമ പ്രഖ്യാപിച്ച താരസംഘടന അമ്മ. ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ക്രൈം ത്രില്ലർ ചിത്രം പ്രിയദർശനാണ് സംവിധാനം ചെയ്യുക. കൊച്ചിയിൽ അമ്മയുടെ ആസ്ഥാന മന്ദിരം മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 140-ലേറെ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം 2020-ക്ക് ശേഷം താരസംഘടന ഒരുക്കുന്ന ആദ്യ സിനിമയാണ്. TK രാജീവ് കുമാർ കഥയും തിരക്കഥയും ഒരുക്കുന്ന ക്രൈം ത്രില്ലർ സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്യും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുക. ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ തിരക്കഥ സംഭാഷണം രാജീവ് കുമാറും, ചിത്രം ചെയ്യുന്നത് പ്രിയദർശനും രാജീവ് കുമാറും ചേർന്നാണ്. ഏതാണ്ട് 135-140 ആർട്ടിസ്റ്റുകൾക്ക് ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. സംഘടനാ രൂപീകരണത്തിന്റെ 25-ാം വർഷത്തിൽ നിർമ്മിച്ച അമ്മയുടെ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഓഫീസ് സംഘടനയുടെ ഒത്തുചേരലുകൾക്കും സാംസ്കാരിക പരിപാടികൾക്കും വേദിയാവും. നടീനടന്മാർക്ക് സ്ക്രിപ്റ്റ് കേൾക്കാനുള്ള പ്രത്യേക ക്യാബിനുകളും ഹാളുകളും ലോഞ്ചുമെല്ലാം ഓഫീസിന്റെ ഭാഗമാണ്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മ അംഗങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് ചടങ്ങിൽ പങ്കെടുക്കാനായില്ല. ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ താരങ്ങളെ നേരിട്ട് കാണാൻ ആരാധകരുടെ വലിയ നിര സ്ഥലത്തെത്തി. ന്യൂസ് 18 കൊച്ചി. താരസംഘടന അമ്മയ്ക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. ആസ്ഥാന മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PV ഷാജഹാനാണ് കൊച്ചി DCPക്ക് പരാതി നൽകിയത്. താരങ്ങൾ കൂട്ടത്തോടെ എത്തിയതും ആരാധകർ തടിച്ചുകൂടിയതും കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കുമെന്നും പരാതിയിൽ പറയും. തൃശൂർ പൂരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ തീരുമാനം. വിപുലമായി നടത്തണോ എന്ന് പിന്നീട് തീരുമാനിക്കും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏപ്രിൽ 23-നാണ് പൂരം. പൊതുജനങ്ങളെ പരമാവധി നിയന്ത്രിച്ച് പൂരത്തിന്റെ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. മാർച്ച് പകുതിയോടെ കോവിഡ് സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും പൂരം വിപുലമായി നടത്തണോ എന്നത് തീരുമാനിക്കുക. എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി അന്തിമ തീരുമാനമെടുക്കും. പരമാവധി പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും നല്ല നിലയിൽ തന്നെ നടത്തുക എന്നതാണ് ഇന്നെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. പ്രത്യേക സമിതി 2 ആഴ്ച കൂടുമ്പോൾ യോഗം ചേരും. പൂരം എക്സിബിഷനും നടത്തും. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മന്ത്രിമാരും ദേവസ്വം പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ തീരുമാനം അംഗീകരിച്ചു. കോവിഡ് ഉണ്ടെങ്കിലും കോവിഡ് ഇല്ലെങ്കിലും തൃശൂർ പൂരം ഇത്തവണ നടത്തും, യാതൊരു സംശയമില്ല. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പൂരം നടത്തിയിരുന്നില്ല. പ്രളയത്തെ തുടർന്നും 2018-ലും പൂരം ഉപേക്ഷിച്ചിരുന്നു. ന്യൂസ് 18 തൃശൂർ. ബോളിവുഡ് താരം സണ്ണി ലിയോണിയെ